ശ്രീ മുഹമ്മദ് ഹനീഫ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പയ്യന്നൂരൊക്കെ UDF ജയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ കഴിയില്ല ഒരു പുതിയ തലമുറയ്ക്ക്. പയ്യന്നൂർ ജയിക്കുക, തളിപ്പറമ്പ് ജയിക്കുക, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ജയിച്ചതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾ കൂട്ട് ചെയ്യും എന്ന് സതീശൻ പറഞ്ഞത് യാഥാർത്ഥ്യമാവുകയായിരുന്നു. തീർച്ചയായും ഇത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി നമ്മൾ കണ്ട ഒരു പ്രവണത ഏകപക്ഷീയമായി UDF പിന്തുണയ്ക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ അത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും അത് ആവർത്തിച്ചിട്ടില്ല. എന്നാൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു, നമുക്ക് നാളെ വോട്ടിന്റെ കണക്കുകൾ വരുമ്പോൾ അത് വ്യക്തമാവുമെന്നാണ് തോന്നുന്നത്. അത്ര ഏകദേശം ഒരു 20 ലക്ഷത്തോളം വോട്ടിന്റെ വ്യത്യാസമായിരിക്കും LDF UDF തമ്മിൽ ഉണ്ടാവാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും വലിയൊരു വോട്ട് ശതമാനം ഉണ്ടാകുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യാതെ എവിടെ നിന്നാണ് വരിക? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം